ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റംലാൻ ഡേ 3 എടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം. ഇന്നും അത്താഴത്തിന് പതിവ് പോലെ നേരത്തെ തന്നെ എണീറ്റു. ചോറും കറികളൊക്കെ ചൂടാക്കി, കൂടെ ചായയും റെഡിയാക്കി. അത്താഴത്തിന് എണീക്കുന്ന ടൈമിൽ മനസ്സ് നല്ല സമാധാനമായിരിക്കും. ചുറ്റുമുള്ള ഇരുട്ടും അതിനിടയിൽ വീടുകളിലെ വെളിച്ചം ഒക്കെ ആയിട്ട് ഒരു ശാന്തമായിട്ടുള്ള ചുറ്റുപാടായിരിക്കും. ഈ ഒരു സമയം നിസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഒരു സമാധാനം അത് വേറെ ഒന്നിലും കിട്ടാത്തതായിരിക്കും അല്ലേ. അങ്ങനെ അത്താഴത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് കടലയും സോക്ക് ചെയ്യാനായിട്ട് വെച്ച് പിന്നെ കിച്ചണിലെ ഡോറൊക്കെ അടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് നിസ്കാരവും കാര്യങ്ങൾക്കൊക്കെ നിന്നു. എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ നിസ്കാരവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കിടക്കാറുണ്ട്. ഇന്ന് മോൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിയാണ് എണീറ്റ് പുറത്തൊക്കെ ഒന്ന് വന്ന് നോക്കി. ഇതുപോലെയൊക്കെ പുറത്ത് വന്ന് ഓരോന്ന് നോക്കി നിൽക്കുമ്പോൾ സമയം പോകുന്നത് തന്നെ അറിയില്ല. സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എല്ലാം എക്സ്ട്രാ ഭംഗിയായിട്ടാണ് തോന്നുക. ഓരോന്നിനും ഓരോരോ ഭംഗി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും എല്ലാ തരത്തിലുള്ള ഭംഗിയും ഉണ്ടാവും. പ്ലാന്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അധികം മെയിൻ്റെനൻസ് കുറവുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അതാവുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിലും നശിച്ചു പോയില്ലല്ലോ. പിന്നെ നേരെ ഞാൻ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ആരും എണീറ്റിട്ടില്ല. റോഡും എല്ലാ ഭാഗവും സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് ആകെ മൊത്തം ഒരു ശാന്തമായിട്ടുള്ള ചുറ്റുപാടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡോടെ തന്നെ ഒരു ദിവസം തുടങ്ങി. പിന്നെ മക്കളൊക്കെ എണീറ്റു. കാലത്തുള്ള ഡെയിലി റുട്ടീനൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ക്ലീനിങ്ങും അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഇടയിൽ റെസ്റ്റും എടുത്ത് ഇടയ്ക്കുള്ള നിസ്കാരങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് അങ്ങനെ ഒരു ദിവസം പോയി. പിന്നെ ഇഫ്താറിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്താണ് കിച്ചണിൽ കയറിയത്. ഇന്ന് ചപ്പാത്തിയും കടലക്കറിയും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കാലത്ത് തന്നെ കടല വെള്ളത്തിലാക്കി സോക്ക് ചെയ്യാനായിട്ട് വെച്ചത്. കടല വേഗം കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. എന്നിട്ടാണ് ജ്യൂസ് റെഡിയാക്കാനായിട്ട് നിന്നത്. എന്നത്തെയും പോലെ ഇന്നും തണ്ണിമത്തൻ ജ്യൂസിൽ തന്നെയാണ് തുടങ്ങുന്നത്. ഈ തണ്ണിമത്തൻ ഇല്ലാതെ ഒരു നോമ്പ് തുറ ഉണ്ടാവില്ല അല്ലേ. എല്ലാ വീടുകളിലും ഇപ്പോൾ തീരാതെ കിടക്കുന്നതും ഇതന്നെ ആയിരിക്കും. എന്ന് വെച്ച് ഇത് ഒഴിച്ചു കൂടാനും പറ്റുമോ അതും ഇല്ല. ഇത് നേരിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമല്ല. ഇത് കഴിക്കുന്നതിനിടയിൽ ഇതിൻ്റെ കുരു വരുന്നത് കൊണ്ട് തന്നെ എനിക്കിത് കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ജ്യൂസ് അടിച്ചാൽ ഞാൻ കുടിക്കും. അതെനിക്ക് കുഴപ്പമില്ല, അതെനിക്കിഷ്ടമാണ്. ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ അരിച്ച് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റുമല്ലോ. അതുകൊണ്ട് ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കൂടുതലായിട്ടും വെള്ളദാഹമല്ലേ ഉണ്ടാവുക. വെള്ളം എത്രത്തോളം കുടിക്കാൻ പറ്റും അത്രത്തോളം കുടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ജ്യൂസായിട്ട് അടിച്ച് വെച്ചാൽ പെട്ടെന്ന് കുടിക്കാനും പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ജ്യൂസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ അതിൽ കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കും. എന്നിട്ടാണ് ജാറിലേക്ക് ആക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. കൈയോടെ തന്നെ ഇപ്പോൾ ഒരു പണി ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജ്യൂസിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കസ്കസ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അതോടൊപ്പം തന്നെ നാരങ്ങ വെള്ളം റെഡിയാക്കി വെക്കുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന ടൈമിൽ വിശപ്പിനേക്കാൾ കൂടുതൽ ദാഹമായിരിക്കുമല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതലായിട്ടും വെള്ളം തന്നെ കുടിക്കാനായിട്ട് നോക്കുക. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കുറയാതിരിക്കാനും ശ്രദ്ധിക്കുക. മാക്സിമം എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം കുടിക്കുക. പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള എണ്ണക്കടികളൊക്കെ മക്കൾക്കൊക്കെ ഭയങ്കര കാര്യമായിരിക്കും. പക്ഷേ അതൊന്നും കൊടുക്കാതിരിക്കുന്നത് നല്ലത്. മാക്സിമം അതിൻ്റെ അളവ് കുറയ്ക്കാനെങ്കിലും നോക്കുക. ജ്യൂസൊക്കെ റെഡിയാക്കിയതിന് ശേഷം കറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അത് ഇനി തിളച്ച് വരട്ടെ. അപ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴുകി ബോക്സിലാക്കി വെക്കുന്നുണ്ട്. എത്ര കുറച്ച് ഫ്രൂട്ട്സ് എടുത്താലും ഇതെല്ലാം ബാലൻസ് ആവും. പിന്നെ അത്താഴത്തിനൊക്കെ എണീറ്റ് കഴിക്കേണ്ടി വരും. വെള്ളം കുടിക്കുമ്പോൾ തന്നെ വയറ് നിറയും. പിന്നെ ഒന്നും കഴിക്കാനായിട്ട് തോന്നില്ല. കറിയൊക്കെ ഇവിടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറി താളിച്ചിട്ടില്ല. ചപ്പാത്തിയൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ താളിക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ അതിനിടയിൽ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ എടുത്ത് കുഴച്ച് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ഇപ്പോൾ പരത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വേഗം പണി തീർക്കാനുള്ള വെപ്രാളത്തിൽ വേഗം ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഒപ്പം ഉണ്ടാവണം.
പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായവും നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയുക. കമൻറ്റിലൂടെ വീഡിയോസിൽ വല്ല ചേഞ്ചൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് പറയാം. അതിനനുസരിച്ച് ഞാൻ വീഡിയോസിൽ ചേഞ്ചൊക്കെ വരുത്താൻ നോക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആയി മാറുമെന്ന് അറിയില്ല. എനിക്ക് വോയിസ് കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, വലിയൊരു ബുദ്ധിമുട്ട്. അല്ലാതെ വേറൊരു കുഴപ്പമില്ല. എഡിറ്റ് ചെയ്യാനും വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഒന്നും ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വോയിസ് കൊടുക്കുന്ന സമയത്ത് മാക്സിമം നോയ്സ് ഇല്ലാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ നോയ്സ് വരുന്നതുകൊണ്ട് അത് നിങ്ങൾക്കും കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ലോങ് വീഡിയോസ് അധികം ചെയ്യാത്തത്. ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതിലധികവും സോങ്ങൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം നടക്കുന്നുള്ളത് അറിയില്ല. പിന്നെ കറിയൊക്കെ താളിച്ചെടുത്തു, ചപ്പാത്തിയും ചുട്ട്, കിച്ചണൊക്കെ ക്ലീനാക്കി, നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നു. ഇക്കൊന്ന് കുറച്ച് വൈകിയത് കൊണ്ട് പള്ളിയിലേക്ക് പോയിട്ടില്ല, വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ കുറച്ച് കടികളും കുട്ടികൾക്കുള്ള ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മക്കളൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ദുആ ചെയ്ത് നോമ്പൊക്കെ തുറന്നു. ഈ ഒരു ടൈമിലുള്ള ദുആയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.